കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഉമാ തോമസ് എം.എൽ.എ വീണ്ടും ഓഫീസ് പ്രവർത്തനങ്ങളിൽ സജീവമായി. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എം.എൽ.എ ഓഫീസിലേക്ക് എത്തിയത്. മണ്ഡലത്തിൽ ചെയ്തു തീർക്കാനുള്ള പദ്ധതികളുടെ തയ്യാറെടുപ്പുകളിലും ആലോചനകളിലുമാണ് എം.എൽ.എ. കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എം.എൽ.എക്ക് പരിക്കേറ്റത്. വെന്റിലേറ്ററിലും ICUയിലുമായി 1 മാസത്തിലേറെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയെങ്കിലും പൂർണ്ണ വിശ്രമത്തിലായിരുന്നു എം.എൽ.എ. എങ്കിലും ഫോണിലൂടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ നിർദ്ദേശിച്ച വിശ്രമം കഴിഞ്ഞ ശേഷമാണ് ഉമാ തോമസ് എം.എൽ.എ വീണ്ടും പൈപ്പ് ലൈനിലെ ഓഫീസിലേക്ക് എത്തിയത്. എനിക്ക് വലിയ ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ ഈ കിടന്നിരുന്ന സമയത്ത്, ഓർമ്മയില്ലാതിരുന്ന സമയത്തൊക്കെ വലിയ ഗ്യാപ്പ് തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഞാൻ ഓഫീസുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പ്രവൃത്തികളും എന്തൊക്കെയാണ്, ആളുകളുടെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് എല്ലാ ദിവസവും എന്നെ വീട്ടിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്രസൻസ് നേരിട്ട് ആളുകളെ കാണുന്നത് നന്നായിട്ട് ഗ്യാപ്പായിരുന്നു. ഇനി വിശ്രമത്തിന് സമയമില്ല. വരാനിരിക്കുന്ന മാസങ്ങൾ നിർണായകമാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നും എം.എൽ.എ പറയുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കണം. ഇനിയുള്ള സമയം വളരെ ക്രൂഷ്യലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ഉണ്ട്. സത്യത്തിൽ കുറേ വർക്കുകളൊക്കെ കോൺട്രാക്ടർ എടുക്കാതെ കിടക്കുന്ന കുറേ ഉണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പല വർക്കും കോൺട്രാക്ടർ എടുക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഏതെങ്കിലും രീതിയിൽ എടുപ്പിക്കണം. അതേപോലെ തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ തുകയും ഏറ്റവും നന്നായിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. PT കൂടെ ഉണ്ടെന്ന ഉറപ്പാണ് ധൈര്യം. വെന്റിലേറ്ററിൽ നിന്ന് തിരിച്ച് എം.എൽ.എ കസേരയിലേക്ക് എത്തിച്ചതും അതുതന്നെയെന്ന് ഉമാ തോമസ് ഉറച്ചു വിശ്വസിക്കുന്നു. ക്യാമറാമാൻ വിഷ്ണു S. ആനന്ദിനൊപ്പം സൈഫുന്നിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.